ഇതൊരു വല്ലാത്ത കാഴ്ചയായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഹൃദയഭേദകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇത്രയും നാൾ ഇവിടെ ഈ ടൗൺ ബസ് സ്റ്റാൻഡ്, മേലാമുറി, നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡരികിൽ നിലകൊണ്ടിരുന്ന ഒരു വലിയ മരമാണിത്. തികച്ചും ഒട്ടേറെ വാഹനങ്ങൾ ഇവിടെ ഇതിൻ്റെ ചുവട്ടിലാണ് നിഴൽ തേടി പാർക്കിങ്ങിനും മറ്റും വന്നിരുന്നത്. ഒരു കാരണവുമില്ലാതെ, ഇത് ചുഴലിക്കാറ്റ് അടിച്ചിട്ട് പുഴങ്ങി വീണതല്ല. ഇത് JCB കൊണ്ടുവന്നിട്ട്, നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും, JCB കൊണ്ടുവന്നിട്ട് അതിൻ്റെ വേര് തോണ്ടിയിരിക്കുകയാണ്. വേര് തോണ്ടിയപ്പോൾ മരം കൃത്യമായി ചെരിഞ്ഞ് വീണിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇല പോലും ഉണങ്ങി തുടങ്ങിയിട്ടില്ല, ഒരു കൊമ്പ് പോലും ഉണങ്ങിയതല്ല. ഇതൊരു സ്വകാര്യ സ്ഥലത്ത് നിൽക്കുന്ന മരമല്ല, നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡരികിൽ അഴുക്കുചാലിന് ഇപ്പുറത്ത് റോഡിൻ്റെ അരികിലായി നിൽക്കുന്ന മരമാണ്. ഇവിടെ ഈ ഒരു സ്വകാര്യ സ്ഥലത്ത് ഇപ്പോൾ കുറേ ഇരുമ്പുരുക്ക് കമ്പനിയുടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് നിറച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ മരത്തിനോട് ചെയ്തത് ഈ ക്രൂരത എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു വസ്തുതയാണിത്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നമ്മൾ പരിസ്ഥിതി ദിനത്തിനൊക്കെ നമ്മൾ മരത്തൈകൾ വെക്കണം എന്നൊക്കെ പറഞ്ഞ് സ്കൂളുകൾ തോറും, കോളേജുകൾ തോറും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തോറും ഒക്കെ നമ്മൾ മരത്തൈകൾ വിതരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു ക്രൂരത കാണിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിനെതിരെ നടപടി ഉണ്ടാവണം, ശക്തമായ നടപടി എടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ നികുതി പണം കൊണ്ട് സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനെയൊക്കെ ഇവിടെ തീറ്റിപ്പോറ്റുന്നത്. ഇങ്ങനെ ഒരു സംഭവം അവർ കണ്ടതായി പോലും നടിക്കുന്നില്ല. മരത്തിൻ്റെ ഒരു ചില്ല വെട്ടിമാറ്റുമ്പോൾ പോലും നമ്മൾ പ്രതിഷേധവുമായിട്ട് നമ്മൾ രംഗത്ത് വരേണ്ടതാണ്. ഇത് ഒരു കാരണവുമില്ലാതെ, എന്തെങ്കിലും തരത്തിൽ ഉണക്ക് ഭീഷണിയോ മറ്റോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാരണവുമില്ലാതെ അതിൻ്റെ അടിവേര് തോണ്ടിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പ് തയ്യാറായാലേ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അതാണ് നമ്മുടെയും പ്രതീക്ഷ.